ഡാഡി, നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. സിംപോസിയത്തിൽ ഭാസ്കരൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഓരോ വാക്കുകൾക്കും ഓഡിയൻസ് കൈയടിക്കുകയായിരുന്നു. സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചേട്ടാ. എത്ര പേരാണ് ഓട്ടോഗ്രാഫായി വന്നു നിൽക്കുന്നത്. ഫോട്ടോഗ്രാഫർമാർ, പത്രക്കാർ, മാലയിടുന്നവർ ഒക്കെ ഒരു ബഹളായിരുന്നു. ഞാനും ഭാസ്കരന്റെ കൂടെ പ്രസംഗിച്ചു. നീ ഇങ്ങനെ ചുറ്റി നടന്നാൽ വായിക്കാനും പഠിക്കാനൊന്നുമില്ലേ? ഓ, അവള് പഠിക്കുന്നു. പഠിപ്പിച്ചാൽ മാത്രം നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. നിങ്ങൾ അകത്ത് പോയി ജോലി നോക്ക്. ദേ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കണ്ടുവെച്ച് അവളുടെ കല്യാണം വേഗം അങ്ങ് നടത്തണം. ഡാഡി, എനിക്ക് കല്യാണത്തിന് ആരും ആളെ നോക്കി അലയണ്ട. നിനക്കെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചു? ഏയ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വിവാഹം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു പാർട്ട്ണറെ കൂടി ചേർക്കുന്നതാണ്. അത് അവനവൻ കണ്ടുപിടിക്കേണ്ടതാണ്. എന്റെ പാർട്ട്ണറെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. വിജയഭാസ്കർ എന്ത് പോപ്പുലർ ആണെന്നോ? ദേവി, സംസ്കാരവും സ്വാതന്ത്ര്യവും താൻ തോന്നിയ തരത്തിലുള്ളതല്ല. നീ കണ്ടെത്തിയ പാർട്ണർ ആരാടി? അവന്റെ നാടോ വീടോ നീ അറിയുമോ? മാതാപിതാക്കൾ നീ അറിയുമോ? നീ അവനെ മറന്നേക്ക്. നോ ഡാഡി, എനിക്കതിന് കഴിയില്ല. ദേവി, ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് ഭാസ്കറിന് മാത്രമായിരിക്കും. നിന്റെ തീരുമാനം ഉറപ്പാണല്ലേ? അത്തരത്തിലൊരുത്തനെ കല്യാണം കഴിച്ച് തെരുവിൽ തണ്ടാനോ എന്റെ മകളായി ഈ വീട്ടിൽ ജീവിക്കാനോ ആഗ്രഹമെന്ന് ആലോചിച്ച് പറയും. നീ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായി പോകുമെന്ന് ഞാൻ കരുതി. നീ എന്തിനാ കരയുന്നത്? പറഞ്ഞത് ഒരു പിതാവെന്ന നിലയിൽ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. നേരിയ മുൻപരിചയം പോലും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണമെന്നാണ് നിന്റെ പിടിവാശി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ താൻ ഏറ്റവും വലിയ നിലയിലെത്തണമെന്ന് ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് എന്നാലാവുന്ന സഹായം ചെയ്യണമെന്ന ഒരേ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ചേട്ടാ ഞാൻ വിജയഭാസ്കറിനെ ജീവിത പങ്കാളിയായി തീരുമാനിച്ചത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെ തന്നെയാണ്. പക്ഷേ നീ വിജയഭാസ്കറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ ആദ്യമായിട്ട് എനിക്കൊരു വാക്ക് തരാം. ഒന്ന്, നീ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതിനെതിരായി വിജയഭാസ്കർ ജീവിതത്തിൽ ഒരു പരാജയമായി മാറുകയാണെങ്കിൽ അന്ന് നീ ഒരു ഡൈവോഴ്സ് വേണമെന്ന ആവശ്യവുമായി ഇവിടെ കടന്നു വരും. രണ്ട്, അന്നുണ്ടായേക്കാവുന്ന മാനസിക വിക്ഷോഭത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ, കീഴ്മഹത്യ തുടങ്ങിയ ചടുല വികാരങ്ങൾക്ക് നീ അടിമപ്പെട്ടു പോകരുത്. മൂന്ന്, ഒരു ചുറ്റുപാടിലും ഒരു നിരാശയെ പോലെ ഈ വീട്ടിൽ കടന്നു വന്ന് നീ സാമ്പത്തിക സഹായത്തിന് കൈനീട്ടി നിൽക്കരുത്. ഇല്ല ചേട്ടാ, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഇത് സത്യം. ശരി, നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരാം. No, it's impossible. കൃഷ്ണകുമാർ, നീ കാരണം ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നാണക്കേടുകൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടി നിന്നെ ഉപേക്ഷിച്ചു പോയി. അതിൽ ജനിച്ച നിന്റെ കുട്ടിയെ ഇനി ഞാൻ ഊട്ടിയിലെ കോൺവെന്റിൽ പഠിപ്പിക്കേണ്ട ഗതികളിലാണ്. ഇത്രയൊക്കെ ആയിട്ടും നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരി അത്ര ഒരു ചുറ്റുപാടിലേക്കാണോ നീ തള്ളിവിടുന്നത്? ഞാൻ ചെയ്ത വിവാഹത്തിലും വിജയഭാസ്കറും ജയദേവിയും തമ്മിലുള്ള സ്നേഹത്തിലും വലിയ വ്യത്യാസം. ഞാൻ വെറും പൊള്ളയായ സൗന്ദര്യത്തെയാണ് സ്നേഹിക്കുന്നത്. ജയദേവി സ്നേഹിക്കുന്നത് ഒരു മാതൃകാ പുരുഷൻ. ദേവി ചെയ്ത് ഡാഡി വിവാഹത്തിൽ തടസ്സം നിൽക്കുക. പ്ലീസ് ഡാഡി, പ്ലീസ്. ഡാഡിയുടെ മകൾ ജയദേവിയുടെ വിവാഹമാണ് നടക്കുന്നത്. ഇവിടെ വരെ വന്ന നിലയ്ക്ക് വേണ്ട, ഒന്നും പറയണ്ട. എന്റെ സമൂഹത്തോടുകൂടി നടക്കുന്ന വിവാഹമല്ലത്. അതിൽ ഞാൻ പങ്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെന്തിനാ ഇവിടെ കാത്തു നിൽക്കുന്നത്? അവരെ വിളിച്ച് വീട്ടിലൊരു വിരുന്ന് കൊടുക്കാൻ, ഒരു ചടങ്ങെന്ന നിലയിൽ മാത്രം. ഞാൻ പോകുന്നതിൽ വിരോധമൊന്നുമില്ല. നിന്നെ ഞാൻ പറയില്ല. നീയാണല്ലോ ഇതെല്ലാം നടത്തി വയ്ക്കുന്നത്. എല്ലാ നിലയിലും നീ ഉണ്ടാവുമല്ലോ. സമൂഹത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് പലതരം നേട്ടങ്ങൾ കൈവരിക്കണമെന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ ജീവിത ബന്ധാവിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഈ വധൂവരന്മാരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും വേണ്ടി സാമൂഹ്യ സേവനത്തിന്റെ പര്യായവും കർമ്മനിരതയും ചുരുങ്ങിയ കാലത്തെ ഭരണപാഠവും കൊണ്ട് കേരള മണ്ണിന്റെ പുളകമായി മാറി കേരളീയരുടെ കണ്ണിലുണ്ണിയായി തീർന്ന ഭാരതത്തിന്റെ വീരപുത്രി ശ്രീമതി ജ്യോതി വെങ്കടാചലം അവരുടെ ഈ വിവാഹത്തിന്റെ കാർമ്മികത്വം നിർവഹിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു.
ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇങ്ങോട്ടെന്നെ. ആ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ആമ്പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു. എന്റെ കാര്യമാണ് കഷ്ടം. വലതുകാല് വെച്ച് അകത്തോട്ട് വാ മോളെ. എക്സ്ക്യൂസ് മീ, ഒരു സ്റ്റിൽ എടുത്തോട്ടെ. യെസ്, റെഡി, സ്മൈൽ പ്ലീസ്. സാർ, നിങ്ങളൊന്ന് ചിരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. വരൂ, എല്ലാവരും ഇരുന്നാട്ടെ. ആദ്യം രണ്ടുപേരും മുത്തച്ഛന്റെയും അച്ഛനമ്മമാരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കും. എന്നിട്ട് പാലും പഴവും കഴിക്കാം. അപ്പൊ ഞങ്ങൾക്കൊക്കെ എന്താണ് പ്രൊഫസർ? സോഡായും കളറുമാണോ അതോ ചമ്പാവലിയുടെ ചോറോ? നന്മ വരട്ടെ മക്കളെ. 10 പേര് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും 4 പേര് നിങ്ങളെ പരിഹസിക്കാൻ ഇടവരുത്തരുത്. അതിനെക്കുറിച്ച് ഒന്നും അമ്മാവൻ വിഷമിക്കണ്ട. പരിഹസിക്കാൻ വരുന്നതിൽ ഒരാൾ അമ്മാവനാകാതിരുന്നാ മതി. എല്ലാം തമ്മിൽ ഒത്തുകൂടിയ പിന്നെ എന്തിനാ തർക്കിക്കുന്നത്? പെണ്ണും ചെറുക്കനും പാലും പഴവും കഴിക്കട്ടെ. ഈ വീട്ടിൽ ഞാനൊരുത്തുള്ള കാര്യം മറന്നുപോയോ? എന്റെ അനുഗ്രഹം വേണ്ടേ? അനിതമോളെ, നീ ഊട്ടിയിൽ നിന്ന് വരുന്നതിന് ലേറ്റായി പോയതുകൊണ്ടല്ലേ നിന്നെ കൂടാതെ ഞാൻ കല്യാണത്തിന് പോകേണ്ടി വന്നത്. സോറി. അനിതമോളെ, നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ്. തീർച്ചയായും ആവശ്യമാണ് മോളെ. താങ്ക് യു.